എല്ലാം ഓഫറിലാണ്. അതുമല്ല 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഏകദേശം 8-9 വണ്ടി ടോട്ടൽ കാണിച്ച്. അപ്പൊ അത്രയും വ്യത്യാസമാണ് തരുന്നത്. 1,58,000 രൂപയ്ക്ക് ഒരു 8 സീറ്റർ വാഹനം നിങ്ങൾ എല്ലാ വീഡിയോയിലും ഒരു 7 സീറ്റർ 8 സീറ്റർ നമ്മൾ ഓഫറിൽ കൊടുക്കാറുണ്ട്. ആ ഒരു സെഗ്മെന്റിലാണ് ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. VDI പ്ലസ് ആണ്, ടയർ ഭാഗം ഫുൾ ആണ്, മോഡല് 98,000 കിലോമീറ്റർ, 2016 98,000 കിലോമീറ്റർ ഓടിയ VDI പ്ലസ് ഡീസൽ വാഹനമാണ്. 2014 ലാസ്റ്റ്, 2014 നവംബർ ആണോ ഒക്ടോബർ ആണോ എന്നറിയില്ല. ലാസ്റ്റ് വണ്ടി, ഇയർ എൻഡ് വണ്ടിയാണ്. വി ആണ് ഓപ്ഷൻ, വി ആണല്ലേ, 7 സീറ്റർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30,000 രൂപ മുതലുള്ള കാറുകളുമായിട്ട് നമ്മളിന്ന് സാസ് യൂസ്ഡ് കാസിൽ വന്നിരിക്കുകയാണ്. സൈനിക നമ്മുടെ കൂടെ ഉണ്ട്. അതെ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ സൈനിക, പറഞ്ഞോളൂ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞോളൂ. നമ്മളെ ചെറിയ ലോ ബഡ്ജറ്റ് മുതൽ എത്ര വരെ ഉള്ളുണ്ട്? ഒരു 9 ലക്ഷം ആ ഒരു റേഞ്ച് വരെ. 9 ലക്ഷം നിലവിൽ കയ്യിലുണ്ട്. അതായത് 30,000 മുതൽ 9 ലക്ഷം വരെ. ഏത് സെഗ്മെന്റ്? എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഇന്നോവ വരെ ഉണ്ട് അല്ലേ? അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ സാസിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചാലോടാണ്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടു മട്ടന്നൂർ എയർപോർട്ട് റോഡ്, ചാലോട് അതാണ് ലൊക്കേഷൻ. റോഡ് സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. ചാലോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 500 മീറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. അതായത് ഒരു കാറ് മോഹിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നഷ്ടം വരില്ല. കാരണം 1 ലക്ഷത്തിന്റെ അകത്ത് വരുന്ന ഏകദേശം എത്ര വണ്ടി നമ്മൾ കാണും? ഏകദേശം 8-9 വണ്ടികളുണ്ട്. 1 ലക്ഷത്തിനകത്ത് വരുന്ന 50,000 ഉള്ളിൽ വരുന്ന വണ്ടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30,000 രൂപ മുതൽ. അതാണ്. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ കണ്ട ഒരു ഉപകാരമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. പക്ഷെ വേറെ സെഗ്മെന്റ് ഉണ്ട്, പോളോയും ടിയാഗോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടി ഉണ്ട്. പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്, ഡിസയർ ഉണ്ട്, സിയാസ് ഉണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതെ, ബെല്ലൈക്കൺ കൂടി അമർത്തി പഠിച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അത് മറന്നുകൊണ്ട. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും വിട്ടുവരുത് കേട്ടോ. ഓക്കെ, സൈനിക വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ടൊയോട്ടയുടെ കൊറോള അൾട്ടിസ് ആണ്. KL 13 രജിസ്ട്രേഷൻ ആയതാണോ ഇത്? അതെ, ഡൽഹി വണ്ടിയാണ്. 2009 മോഡലാണ്. ഓക്കെ, പക്ഷെ കൊറോള അൾട്ടിസ് 2009 ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാഴ്ചപ്പാടിൽ ആരും വിശ്വസിക്കില്ല. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. 2009 ഇവിടത്തേക്ക് മാറിയതാണ്, കണ്ണൂരിലേക്ക് മാറിയതാണ്. പിന്നെ അത് മാത്രമല്ല 5 വർഷത്തെ റിന്യൂവലും കൂടെ, പേപ്പറും കൂടെ. പുതിയ പേപ്പർ എടുത്തോ? പുതിയ പേപ്പറാണുള്ളത്. 24 പേപ്പർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ 29 വരെ FC ഉണ്ട്. പിന്നെ അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി. പെട്രോൾ ആണ് വരെ, പെട്രോൾ മാനുവൽ ആണ് വാഹനം. മൈലേജ് ഒരു 10 to 13 വരെ, 14-13 വരെ ഏകദേശം പ്രതീക്ഷിക്കാം. എന്തൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ മെയിൻ ഗ്ലാസിന് ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് കൂടുതലും ഈ കണ്ടെയ്നറിലും അതിലൊക്കെ വരുന്ന വണ്ടികൾക്ക് വരുന്നതാണ്. കാരണം ചെറിയ എന്തെങ്കിലും ടച്ച്, ഒരു ബെൽറ്റിന്റെ ഒരു ഹൂക്ക് വരുന്നുണ്ട്. അത് ടച്ച് ചെയ്തിട്ടാണ് അധികം അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അത് മാറിയിട്ട് അങ്ങനെ വെച്ചിട്ട് റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നില്ല. അത് പാർട്ടിക്ക് കാണിച്ചുകൊണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട്, മാറണമെങ്കിൽ മാറാന്നുള്ള കണ്ടീഷനിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറയാ, വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു സെഡാൻ കാറ്റഗറി വാഹനമാണ്. സെഡാൻ കാറ്റഗറി ആണ് എന്ന് മാത്രമല്ല, നല്ല കംഫർട്ടാണ്. ടൊയോട്ടയുടെ വണ്ടിയാണ്. എത്ര ഓടിയാലും പ്രശ്നമില്ല. ഇതിപ്പോ 1,02,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC ഓണറാണ്. നമ്മൾ ഇവിടത്തേക്ക് മാറിയതുകൊണ്ട് നല്ല വണ്ടി. ഒരു 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 3 ലക്ഷത്തിന് 2029 വരെ പേപ്പറുള്ള വാഹനമാണ്. ടൊയോട്ട കൊറോള അൾട്ടിസ് ആണ്. 3 ലക്ഷം രൂപയ്ക്ക് ഉണ്ടോ? ലോണ് ചാൻസ് ഉണ്ടോ? ഇത് ലോൺ നോക്കാം, ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നല്ലൊരു അടിപൊളി ഡീസൽ സെഡാൻ വണ്ടി വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അടുത്തത്. മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കാണ്. സിയാസ് VDI പ്ലസ് ആണ്. VDI പ്ലസ് ആണ്. മിഡിൽ ഓപ്ഷന് തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? എങ്ങനെ ഇത് ഡീറ്റെയിൽ? ഡൽഹി വണ്ടിയാണ്.
ഇവിടത്തേക്ക് NOC എടുത്തിട്ടുണ്ട്, കണ്ണൂരേക്ക് NOC എടുത്തിട്ടുണ്ട്. KL13 13 NOC എടുത്തിട്ടുണ്ട്. മാറിയിട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടത്തേക്ക് മാറിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, NOC എടുത്തു പോലെ. അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് VDI പ്ലസ് ആണ്, ടയർ ഭാഗം ഫുള്ളാണ്, മോഡല് 98,000 കിലോമീറ്റർ, 2016 98,000 കിലോമീറ്റർ ഓടിയ VDI പ്ലസ് ഡീസൽ വാഹനമാണ്. മിഡിൽ ഡീസൽ വാഹനമാണ്. എന്താ പറയാ, നല്ല മൈലേജ് ഉണ്ടാവും. 20 അടുത്ത മൈലേജ് കിട്ടും. 20 above 24 ഒക്കെയാണ് പറയുന്നത് ഇവിടുന്ന് ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾ പറയുന്നത്. നിലവിൽ ഇതിന്റെ മെക്കാനിക്കൽ അവസ്ഥ എന്താ? റണ്ണിങ് നിലവിൽ നല്ല സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കണ്ടീഷൻസ് വേറെ. ഇതിന്റെ ടൈം ബെൽറ്റ് ഒന്നും മാറാനായിട്ടില്ലല്ലോ? ഇല്ല, 98 ആയിട്ടുള്ളൂ. സൗണ്ട് വരുമ്പോൾ നമ്മൾ മാറ്റുക. അതെ, ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും റീപ്ലേസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. നമുക്ക് മാറുന്ന കച്ചവടം ചെയ്യുന്ന സമയത്ത് വേണേ മാറിക്കൊള്ളു. അങ്ങനെ വെച്ചിരിക്കുകയാണ്. വലിയൊരു ക്രാക്ക് അല്ല, ചെറിയൊരു ക്രാക്ക്. നമ്മൾ അന്നേരം സംസാരിക്കാന്നുള്ള ഒരു ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. ശരി. അപ്പോൾ 2016 VDI പ്ലസ് 98,000 ഓടിയ വണ്ടി കണ്ണൂർ NOCയിലാണോ റേറ്റ് പറയാൻ പോകുന്നത്? അതോ അല്ല, നമ്മൾ മാറിയിട്ട് ഇനിയിപ്പോൾ NOC എടുത്തു പോലെ മാറിയ റേറ്റ് എത്ര കൊടുക്കും? മാറിയിട്ട് നമുക്ക് ലാസ്റ്റ് 4,400 കൊടുക്കാം. 4,25,000 രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡീസൽ സെഡാൻ വാഹനം VDI പ്ലസ് 2016 സിയാസിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറിയാലോ. അതെ, 5,00,000 ഓക്കെ. നമുക്ക് മാറിയിട്ട് ഇവിടുത്തെ 4,400 കൊണ്ടുപോകുന്നത് കേരള വണ്ടി ആയതിനു ശേഷം KL13 ശേഷം 4,400 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ലോൺ എത്ര കയറും? ലോണ് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ലോണിൻ്റെ പറയാൻ പറ്റും. നമ്മൾ മാറിക്കഴിഞ്ഞ് RC കിട്ടിക്കഴിഞ്ഞാലേ ലോൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ റീറേസ് വണ്ടിക്ക് ലോണിന്റെ കാര്യം എടുത്ത് പറയാറില്ല, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 lakh ലോൺ കിട്ടും, 3 ലോൺ കിട്ടും, മാക്സിമം കിട്ടും. 4 ലക്ഷം തന്നെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റീറേസ് ആയതുകൊണ്ടും പിന്നെ ഈ RC കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടത് കൊണ്ടും നമ്മൾ ലോൺ എമൗണ്ട് പറയുന്നില്ല എന്ന് മാത്രം. ശരി, ഓക്കെ. അടുത്ത വണ്ടി മഹീന്ദ്ര സൈലോ ആണ് അടുത്തത്. ഇത് താഴെ നിർത്തിയിട്ടിരിക്കുകയാണ്, ഞങ്ങൾ മേലെ വെച്ച് വീഡിയോ എടുക്കുക. KL13 രജിസ്ട്രേഷനുള്ള ഒരു 7 സീറ്റർ വാഹനം. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? എങ്ങനെയാണ്? 8 സീറ്ററാണ്. 8 സീറ്ററാ? ഓക്കെ, ഓക്കെ. 7 സീറ്റർ അല്ല, KL13 തന്നെ നല്ല 2012 മോഡൽ. 2012 സൈലോ ഫുൾ ഓപ്ഷൻ E4 ആണ്. E4, സൈലോ E4. ഓക്കെ, അന്നത്തെ ടോപ്പ് ആണല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ AC വരും, റിയർ വൈപ്പർ വരും, പിന്നെ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നത്. ശരി. 2012 മോഡൽ. എത്ര, ഒരു 12-13 മൈലേജ് കിട്ടുമോ? എന്തായാലും കിട്ടും. 12 എബോവ് 12 എന്തായാലും കിട്ടും. കിട്ടുന്നുണ്ട്. സൈലോ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള വർക്ക് എന്ന് പറയാന് പെയിന്റ് മാത്രം കുറച്ച് ഒന്ന് ഒരു ചെറിയൊരു മങ്ങൽ അത്രേ ഉള്ളൂ, ഫുള്ളായിട്ടല്ല. ഒരു ചെറിയ ഒന്ന് ടോപ്പ്, പിന്നെ സൈഡ് 1-2 സ്ഥലത്ത്, പിന്നെ ബോണ്ടിന്റെ അടുക്ക ചെറിയൊരു ഡെന്റിങ്ങും പെയിന്റിങ്ങും, ചെറിയൊരു ഡെന്റിങ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അതിനുള്ളതൊക്കെ ഗ്യാപ്പ് കൊടുക്കാം നമുക്ക്. ഇപ്പൊ 2.4, 2.30, 2.40 ഒക്കെയാണ് 2012 സൈലോടെ വില. പക്ഷെ നമുക്കിത് ഇതിന്റെ ഒക്കെ ചാർജ് കുറച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 1.58 നമുക്കിത് കൊടുക്കാം. 1,58,000 രൂപയ്ക്ക് ഒരു 8 സീറ്റർ വാഹനം മഹീന്ദ്ര സൈലോ കൊണ്ടുപോകാം. 2012 മോഡൽ. വർക്കിംഗ് ഒന്നും ഇപ്പം പ്രശ്നമില്ല. നിലവിൽ വർക്കിംഗ് ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ക്ലച്ച് ഏകദേശം ഒരു കുറച്ച് കഴിയുമ്പോൾ മാറേണ്ടി വരും. ക്ലച്ചിന് ഏകദേശം പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 4,000-5,000 വരും. എന്തായാലും 5,000-ന് ആ ഒരു റേഞ്ച് വരും. 6,000 രൂപ എന്തായാലും ആ റേഞ്ച് ഏകദേശം ക്ലച്ച് മാറാൻ വരും. പക്ഷെ അതൊക്കെ വിയർ ആൻഡ് ടിയർ ആണ്. നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിന് പ്രശ്നമൊന്നുമില്ല. പ്രഷർ പ്ലേറ്റിന്റെ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മാറേണ്ടി വരും എന്നുള്ള പണിയൊന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു സുഖം കിട്ടും. നമ്മള് അപ്പൊ അത്രയും വ്യത്യാസമാണ് തരുന്നത്. 1,58,000 രൂപയ്ക്ക് ഒരു 8 സീറ്റർ വാഹനം നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു 7 സീറ്റർ 8 സീറ്റർ നമ്മൾ ഓഫറിൽ കൊടുക്കാറുണ്ട്. ആ ഒരു സെഗ്മെന്റിലാണ് ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ പണിയൊക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് പറഞ്ഞത്. എമൗണ്ട് ഉണ്ട്. അപ്പൊ ഇനി എങ്ങനെ ചെയ്താലും ഫുൾ വർക്ക് ചെയ്താലും ഒരു 1.80 ആവുള്ളൂ. ലോൺ ചാൻസ് ലോൺ ചെയ്യാം. 2012 2,65,000 രൂപ IDV ഉള്ള വണ്ടിയാണ്. അത്രയുണ്ടല്ലേ? IDVന്റെ എത്രയോ കുറച്ചിട്ടാണ് വണ്ടിക്ക് വില ചോദിക്കുന്നത്. മാക്സിമം കിട്ടാൻ ചാൻസ്. അപ്പൊ ഒരു 1.5 ലോൺ എടുത്താലും
കിട്ടൂല. ഓക്കെ, സുഖമായിട്ട് തരും. ഏത് ഫൈനാൻസ് ഒരു 8000 കണ്ടാലും ഇറക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഷെവർലെ ബീറ്റ് KL7 രജിസ്ട്രേഷൻ വാഹനം. അന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയി മാറിയ ഒരു വാഹനമാണ് അല്ലേ? സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2012 ഫുൾ ഓപ്ഷൻ വിത്ത് എയർ ബാഗ് വരുന്ന വണ്ടി. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം വർക്കിംഗ് അല്ലേ ഇപ്പോൾ? എല്ലാം വർക്കിംഗ്. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന അത്യാവശ്യം നല്ല ഡീസലാ, നല്ല വൃത്തിയുള്ള ഡീസൽ 2012 മൈലേജിന്റെ രാജാവ്. അതെ, 20 അബവ് മൈലേജ് കിട്ടും. അതെ, വർക്കിംഗ് ആണ് ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ആവറേജ് കണ്ടീഷൻ സീറ്റൊക്കെ എന്ന് പറയുന്നത് പൊതുവെ റെയർ ആണല്ലോ. ഇല്ല, കൂടുതലും സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ണൂരായാലും കോഴിക്കോടായാലും എല്ലായിടത്തും ഷെവർലെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഷെവർലെ കമ്പനി അല്ല പറയുന്നത്, ഓതറൈസ് ആദ്യം ചെയ്യുന്ന സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചില ഇച്ചിരി ഡിലേയും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷേ എന്തായാലും ചെറിയ ഡിലേ ഉണ്ടാവും. കാരണം പറഞ്ഞാൽ നമ്മുടെ മാരുതി പോലെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനി പോലെ അവൈലബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ദിവസം ചെറിയൊരു ഡിലേ എന്തായാലും ഉണ്ടാവും. പിന്നെ സെക്കൻഡ് പാർട്സ് ഇഷ്ടം പോലെ കിട്ടാൻ അതുണ്ട്. ഓക്കെ, നല്ല മൈലേജ് ഉള്ളൊരു ബേറ്റ് ആണ്. ഇത്രയും ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്. ക്ലെയിം മേജർ ആയിട്ടുള്ള പരിക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. നമ്മൾ ഈ ഓഫർ മഴയാണെന്ന് തോന്നുന്നു. 85,000 രൂപ കൊടുക്കാം. 85,000 2012 ഡീസൽ ബീറ്റ് കൊണ്ടുപോകാം. ഫൈനൽ റേറ്റ് ആണല്ലേ? ഫൈനൽ റേറ്റ്. ഓക്കെ, ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ലോൺ എടുത്താൽ നഷ്ടമാണ്, എടുക്കേണ്ട ആവശ്യമില്ല. ലോൺ ഇതിന് നഷ്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക്, അടുത്തൊരു വാഗണർ ആണ്, ഫസ്റ്റ് ഷേപ്പ് വാഗണർ. ഇതും 1 ലക്ഷത്തിനകത്ത് വരുന്ന ഒരു വാഹനമാണ് അല്ലേ? KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2008 VXI ആണ്. 28 വരെ ഫിറ്റ്നസ് ഉണ്ട്. പേപ്പറുള്ള വാഹനം. 2028 വരെ പേപ്പർ ഉണ്ട്. VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, വാഗണർ. 2008 മോഡൽ. വേറെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടോ നിലവിൽ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. പുതാപുത്ത ടയർ ഇട്ടിട്ടുണ്ട്. അഡീഷണൽ അലോയ്സ് കുറച്ച് വൈഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ട് വണ്ടി. സൈഡിൽ കാണാനുള്ള ഒരു പ്രൊഫൈൽ നല്ല ലുക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ല? എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് ആണ്. അത് വർക്കിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, മേജർ പരിക്കുകളൊന്നുമില്ല? ഒന്നുമില്ല. നിലവിൽ മേജർ പരിക്കും. വാഗണർ ആണ്. ഒരു 14-16 റേഞ്ച് മൈലേജ് കിട്ടും. അത്രേ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ ചാൻസ്. ഓക്കെ, നോക്കാം. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. എത്ര കൊടുക്കാം ഇത്? നമുക്കിപ്പോ 1.15, 1.20 ഒക്കെ ആസ്ക് ചെയ്യേണ്ട വണ്ടിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് കൊണ്ട് നമുക്കിത് ലാസ്റ്റ് 98,000 രൂപ കൊടുക്കാം. 98,000 രൂപയ്ക്ക് 2028 വരെ പേപ്പറുള്ള VXI വാഗണർ. അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത ഫസ്റ്റ് ഷേപ്പ് VXI വാഗണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രേ ഉള്ളൂ. ലോണും കാര്യം ഒന്നും നോക്കണ്ട. 98,000 അടിച്ചു കയറി വാ. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്, ഹ്യുണ്ടായ് ഇയോൺ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ സൈനിക്കിന്റെ കാര്യങ്ങൾ? ബേസ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. പവർ വിൻഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെക്കൻഡ് RC ഓണർ ആണ്. പക്ഷേ ടയർ ഭാഗം ഫുള്ളാണ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രയാ? 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാം. കാരണം സെക്കൻഡ് RC ഓണർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ 35,000 കിലോമീറ്റർ ഓടിയ ആ ഒരു ക്വാളിറ്റി വണ്ടിയിൽ കാണാനുണ്ട്. കാരണം കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടിക്ക് അതിൻ്റെതായ പോരായ്മകൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെ ഒരു വലിയ പഴക്കം ചെന്നതായിട്ട് തോന്നുന്നില്ല. വണ്ടിയുടെ പഴക്കമെന്നല്ലാതെ ഉപയോഗിച്ചത് അങ്ങനെ ഒരു റഫ്യൂസ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സെക്കൻഡ് ഓണർഷിപ്പ് 38,000. സെക്കൻഡ് RC ഓണർ 35,000 കിലോമീറ്റർ. അതിൽ കമ്പനി ഹിസ്റ്ററിയോ കിലോമീറ്റർ അത്ര ആയിട്ടുള്ളൂ എന്നുള്ള ഗ്യാരണ്ടിയോ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് ആ ക്വാളിറ്റിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് എടുത്തത്. അത്യാവശ്യം അതിന്റെ ആ ഒരു ക്വാളിറ്റി വണ്ടിയിലുണ്ട്, കാണാനുണ്ട്. അപ്പോൾ നല്ലൊരു ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.30 കൊടുക്കാം. ഇയോണാണ്. 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു ചെറിയ കാർ വേണമെന്നുണ്ടെങ്കിൽ, നല്ല നീറ്റൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ലോണ് വിത്ത് ലോണ് എത്ര കിട്ടും? ഒരു എന്തായാലും 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 1 lakh വരെ ലോൺ കിട്ടുന്നുണ്ട്. 30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് മാത്രമല്ല, വെറും 30,000 കാറുണ്ട്. അതും കാണിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ നമ്മളിവിടെ നിന്ന് കാണാൻ പോകുന്ന ഏറ്റവും വിലയുള്ള വാഹനം അല്ലേ? ടൊയോട്ടയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോഴുള്ള സ്റ്റോക്കിൽ ഏറ്റവും വിലയുള്ള വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ. റിയ ഏതാണോ ഇത്?
ഇവിടത്തേക്ക് റിയ ആയതാണ് 2014 KL 13 അല്ലല്ല KL 40 KL 40 KL 40 പെരുമ്പാവൂരിലേക്ക് രജിസ്ട്രേഷൻ ആയ വാഹനമാണ് അല്ലേ? അതെ. ഓക്കെ, ബാക്കി 2014 ലാസ്റ്റ് 2014 നവംബർ ആണോ ഒക്ടോബർ ആണോ എന്നറിയില്ല. ഓക്കെ, ലാസ്റ്റ് വണ്ടി. ഓക്കെ, ഇയർ എൻഡ് വണ്ടിയാണ്. വി ആണ് ഓപ്ഷൻ? വി ആണല്ലേ? 7 സീറ്റർ. ഓക്കെ, 7 സീറ്റർ വി ഓപ്ഷൻ വാഹനമാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഒരു എന്താ പറയാ, ഒരു പവറും ഒരു ലയൺ ലുക്കാണ്, ഒരു പവറുള്ള വണ്ടി. പവറും മെയിൻ്റെനൻസും ഓടിക്കാനുള്ള കംഫർട്ടും ഇതിനേക്കാൾ കംഫർട്ടുള്ള ഒരു വണ്ടികൾ എന്താ പറയാ, ഒരു ഇത് ഓടിച്ച ആരും വേറൊരു വണ്ടിനെ പ്രിഫർ ചെയ്യാറില്ല. ഇന്നോവ പ്രത്യേകിച്ച് വി ഓപ്ഷൻ. വി ഓപ്ഷൻ വണ്ടി യാത്രാസുഖവും അതുപോലെ ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള ഒരു, അതായത് പെർഫോമൻസും കാര്യങ്ങളും കൊണ്ട് മാത്രമല്ല ഇത് ഇന്റർകൂളറും കൂടിയാണ്. ഇന്റർകൂളർ എഞ്ചിനാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു മൈലേജ് കുറച്ച് ഒരു 1-2 മൈലേജ് കൂടുതൽ കിട്ടും. നോർമൽ കേരള ഇന്നോവ അപേക്ഷിച്ച് കൂടുതൽ കിട്ടും മൈലേജ്. ഒരു 13-14 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. 14 എന്തായാലും കിട്ടും. 14 കിട്ടാൻ ചാൻസ്. ഓക്കെ, പിന്നെ നല്ല അലോയാണ്. അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും വരും. പവർ വിൻഡോസ്, കൺട്രോൾസ്, 2 എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി സീറ്റ്, വോളിയം കൺട്രോൾ, സീറ്റ് മാറ്റി ചെയ്താണ് അല്ലേ? സീറ്റ് അഡീഷണൽ മാറ്റി ചെയ്താന്ന് തോന്നുന്നു. നല്ല വൃത്തിയിൽ ചെയ്തതാണ്. 7 സീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ക്ലെയിം എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് 1,60,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 2014 കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. നിങ്ങൾ ഒരു പൈസയും കയറ്റണ്ട. എടുക്കുക, ഓടുക. എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് ഒരു 9,400 കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് 2014 ബി ഓപ്ഷൻ ഇന്നോവ കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ ഒരു പൈസ ഇനി നമ്മൾ കയറാനില്ല, ഒരു ടാക്സ് ഒന്നും അടക്കാനില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ലോണൊന്നും പൈസ തരണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾട്രേഷൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലോൺ എത്ര കയറും? ലോണ് കയറും എന്തായാലും എബോവ് 6 lakh കയറും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അത്രയും 14 ലാസ്റ്റ് വണ്ടിയല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു റെഡ് പോളോ വന്നിരിക്കുകയാണ്. റെഡ് പോളോ ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇതാ നമ്മുടെ നാടൻ രജിസ്ട്രേഷൻ 58 ആണല്ലേ? തലശ്ശേരി ആണല്ലേ? തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2011 ആണ്. 2011 ഓപ്ഷനിലാണ്. ഓക്കെ, പിന്നെ ഏതാ, ഡീസലോ പെട്രോളോ? ഡീസൽ 1.2 ഡീസൽ 2011 വാഹനമാണ്. ഹൈലൈനാ? ടോപ്പിന്റെ ഹൈലൈനാ? ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ ആണ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. അതെ. എത്ര ഓട്ടം പോയി ഇത്? ഇത് 1,17,000. 1.17 അല്ലേ? 16 കഴിഞ്ഞിട്ടേ ഉള്ളൂ. മെജർ സർവീസിന് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്യാം. മേജർ സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്യണമെന്നൊന്നുമില്ല. പുറത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 രൂപക്കുള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു മേജർ സർവീസിന് കോസ്റ്റ് വരും. വേറെ നിലവിൽ ഇഞ്ചക്ടർ സൗണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം നല്ല ക്ലിയർ ആണ്, ക്ലീൻ പീസ് ആണ്. പിന്നെ അധികം റീപ്ലേസ്മെന്റും കാരണം ബോഡി ഷേപ്പ് ഔട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ റണ്ണിംഗ് ബോർഡിൽ ചെറിയൊരു അടിഭാഗം ചെറിയൊരു പണി ഇട്ടിട്ട് പിന്നെ ബോർഡിൽ പെയിന്റ് ഒരു ലൈനിങ്ങനെ ലൈന് വേണ്ടിട്ടുണ്ടല്ല. പെയിന്റിങ്ങിന്റെ ചെറിയ ചെറിയ വർക്ക് കാണണം, അത്രേ ഉള്ളൂ. 2011 ഹൈലൈൻ ഡീസൽ പോളോ, ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 18 അല്ല, ചിലപ്പോൾ 20 വരെയും കിട്ടും. അതെ, ഡീസൽ അല്ല. അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,29,000 രൂപ കൊടുക്കാം. 2,29,000 ഹൈലൈൻ പോളോ 2011 മോഡൽ. ഓക്കെ, അത്രേ ഉള്ളൂ. ലോണ് കയറും ഇല്ലേ? 11 ലോൺ കയറും. എത്ര കിട്ടും? 1.5 മേലെ കയറും എന്തായാലും. കിട്ടുന്നുണ്ട്, ചാൻസ് ഉണ്ട് അല്ല? ബാങ്ക് തന്നെ കിട്ടോ? ഫിനാൻസ്. ഓക്കെ, ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു മാരുതി 800 KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു കാറിന് ആദ്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വാഹനം. പണ്ടത്തെ സിനിമയിലൊക്കെ രാജാവാണ്. അതെ, 800. ഓക്കെ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2006 മോഡൽ AC വണ്ടി. ഓക്കെ, 2006 AC, അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നോർമലി ഇത് അതെ, അത് ചില വണ്ടികൾ അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എടുത്തു പറഞ്ഞിരുന്നല്ലോ, ചില വണ്ടികൾ ഉപയോഗിക്കാതെ ഗ്ലാസ് നമ്മൾ താഴ്ത്തിയിട്ട് പോകും അധിക വാഹനങ്ങളിലും. അപ്പോൾ അത് എന്ന് വെച്ചാല് ചില വണ്ടികൾ AC കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഉപയോഗിക്കാതെ വെച്ചാൽ തന്നെ ഗ്യാസ് ഏതെങ്കിലും വിധത്തിൽ ലീക്ക് ആയിട്ട് അത് കുറഞ്ഞു പോകും. ഇതിപ്പോ പ്രോപ്പർ ആണ് വർക്കിംഗ്. ഇതിപ്പോ നിലവിൽ പ്രോപ്പർ ആണ്. ഇനിയിപ്പോ ഗ്യാസ് പിന്നെ കുറച്ച് കുറവുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്തിട്ട് നല്ല ചൈൽഡ് AC കണ്ടീഷനിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ 2026 വരെ പേപ്പർ ഉണ്ടാവും. 2026 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് സ്റ്റിൽ വാലിഡ് ആണ്, പൊല്യൂഷൻ വാലിഡ് ആണ്, എല്ലാം വാലിഡ് ആണ്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു
ഓടാനുള്ള ടയർ ഉണ്ട്. അതായത് ഒരു ഫാമിലി പർപ്പസിന് മറ്റൊരു വണ്ടിയാണ്, മിഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വെറും ഡ്രൈവിങ്ങിന് മാത്രമല്ല, പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനും കൂടെ പറ്റിയ വണ്ടിയാണ്. ഡ്രൈവിംഗും പഠിക്കാം, അത്രേ ഉള്ളൂ. ഒരു 17 വാട്ട് റേഞ്ച് മൈലേജ് കിട്ടും. 18 എബോവ് MD-FI എഞ്ചിൻ അല്ലേ. കാർബറേറ്റർ ആണെങ്കിൽ കുറച്ച് മൈലേജിന്റെ ചെറിയൊരു കുറവുണ്ടാവും. പക്ഷെ MD-FIക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നവർ പറയുന്നത്. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് കൊടുക്കാം, ഒരു 64 രൂപ കൊടുക്കാം. 64,000, 1,00,000 വരുന്ന വണ്ടി. ഓക്കെ, 64,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2026 വരെ പേപ്പറുള്ള 800 അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി ഇതാ വീണ്ടും ഒരു വൈറ്റ് 800 KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2008 AC വണ്ടി. 28 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് വാലിഡ് ആണ്, പൊല്യൂഷൻ വാലിഡ് ആണ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ടയർ നല്ല ടയേഴ്സ്, പുതിയത് തന്നെ പുതിയ ടയേഴ്സ്, 4 പുതിയ ടയേഴ്സ്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള AC വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല, ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. പഠിക്കാനെന്ന് മാത്രം പറഞ്ഞ് തള്ളണ്ട, എല്ലാ എണ്ണൂറും പഠിക്കാനെന്ന് പറയണം. ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. കാരണം നല്ല മൈലേജ് കിട്ടും, അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ മോഡൽ 2 വർഷം മറ്റേ നമ്മളിപ്പോ ചെയ്ത 2006-നേക്കാളും മോഡൽ കൂടിയ വണ്ടിയാണ്. പേപ്പറും അത്രയും ബാലൻസ് ഉണ്ട്. 28 വരെ പേപ്പർ. അതെ, ഇത് എത്ര കൊടുക്കും? എല്ലാം ഓഫറിൽ തന്നെ. ഇത് നമുക്കൊരു 79 രൂപ കൊടുക്കാം. 79,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം 2028 വരെ പേപ്പറുള്ള AC വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ ഈ ബാർഗൈനിങ് ഇല്ലാത്ത റേറ്റ് ആണ്, ഫൈനൽ റേറ്റ് ആണ്. എല്ലാത്തിനും അല്ല, ബാർഗൈനിങ് ഉള്ള റേറ്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള ലാസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ മാക്സിമം, അതായത് നമ്മളെ ലാഭം മാക്സിമം കുറച്ചിട്ട് വണ്ടി വെക്കുക എന്നുള്ള കണ്ടീഷനിലാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ആണല്ലോ നമുക്ക് വലുത്. അത്രേ ഉള്ളൂ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് അവരില്ലാതെ പിന്നെ ആരുമില്ലല്ലോ. അടുത്തൊരു കോമ്പാക്ട് സെഡാൻ വാഹനം KL58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഫസ്റ്റ് ഷേപ്പ് ആണ് അല്ലേ? അതെ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് VDI ആണ്, ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. മോഡൽ ഏതാ? 2009. പേപ്പർ ഇപ്പോൾ 29 വരെ. 2029 വരെ പേപ്പർ. അതായത് റിന്യൂവൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ വേറെ പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ല. പിന്നെ അത്രയും പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് നീറ്റിലാണ് വണ്ടി ഉള്ളത് അല്ലേ? ആ ഒരു കണ്ടീഷൻ ടയറും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നീറ്റ് ഉണ്ട്. സിൽവർ കളറിൽ കുഴപ്പമില്ലാത്ത കളറുമാണ്. മെക്കാനിക്കലി ഫിറ്റ് ആണ്. വേറെ നിലവിൽ പണികളൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏത് വണ്ടിയായാലും ഇവിടുത്തെ അടുത്ത് കൊണ്ടുപോയിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഫിറ്ററെ കൂട്ടിയിട്ട് വരുന്നതായിരിക്കും. ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ്, വണ്ടി എടുക്കാൻ വന്നവരോട് നിങ്ങളൊരു ഫിറ്ററെ കൊണ്ടുവരിക, ചെക്ക് ചെയ്യുക, വണ്ടി എടുക്കാം. കാരണം ഒരു ഫിറ്റർക്ക് ഏകദേശം നിലവിലുള്ള പോരായ്മകൾ മനസ്സിലാവും. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത് മനസ്സിലാവില്ല, നിലവിലുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പണി ചെയ്യിച്ച് ഓട്ടിയാൽ പിന്നെ വലിയ, അതായത് ചെറുത് എടുത്തു കഴിഞ്ഞാൽ വലിയ പണിയിലേക്ക് പോകില്ല. അത്രേ ഉള്ളൂ. ചെറിയ സൗണ്ടോ കാര്യങ്ങളൊക്കെ മാറ്റം വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ എടുപ്പിക്കുക. അത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷനിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ AC പോസ്റ്റർ, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇത്രയും ഓപ്ഷൻ വരും. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാം? ഇപ്പോൾ ഓഫർ പ്രൈസ് വേണോ അല്ലെങ്കിൽ ഓഫർ മതി? നോർമൽ വേണം. ഓഫർ പ്രൈസ്. അപ്പോൾ എന്നാൽ നമുക്ക് ലാസ്റ്റ് 1,85,000 1,85,000 കൊടുക്കാം. 2009 വരെയുള്ള ഡീസൽ വണ്ടി. 20 മേലെ മൈലേജ് കിട്ടും. പിന്നെ ഒന്നും പറയാനോ, ഡീസൽ. പിന്നെ വേറെ പുക കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷന്റെ പ്രശ്നങ്ങളോ നിലവിൽ അങ്ങനത്തെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനിൽ ഒരു മാരുതി 800 ആണ്. നമ്മൾ നേരത്തെ 2 വൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2007 27 വരെ പേപ്പേഴ്സ് ഒക്കെ ഉള്ള, 22 റിന്യൂവൽ എടുത്താണ്, 27 വരെ പേപ്പേഴ്സ് ഉള്ള AC ആണോ? AC നിലവിൽ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം നിലവിൽ 800 ഏകദേശം ഒരു എബോ 50% വണ്ടികളും AC ഇടാതെയാണ്
അധികം ആൾക്കാർ ഉപയോഗിക്കും. AC വണ്ടി ആയിരിക്കും, പക്ഷെ കുറച്ചു കാലം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി AC കംപ്ലൈന്റ് ആയിട്ട് പിന്നെ ഇല്ലാതാവുകയാണ് പതിവ്. നമ്മളെയൊക്കെ അറിവില് കൂടുതൽ അങ്ങനെയാണ് വരാം. പിന്നെ AC ഉള്ള വണ്ടി ഉണ്ട് കേട്ടോ. ഇപ്പൊ നിലവിൽ ഇവിടെ 2-3 വണ്ടി AC ഉള്ളതുണ്ട്. ഇത് ആ ഒരു കാറ്റഗറിയിൽ ഉള്ളതാണ്. AC ഇല്ല, നിലവിൽ AC ഒന്നും പറയാൻ പറ്റില്ല ഈ കണ്ടീഷനിൽ ഉള്ള വണ്ടി. 2007 27 വരെ പേപ്പർ, MPFI എഞ്ചിനാണ്. അത്യാവശ്യം നല്ല വൃത്തി, ബോഡി ഷേപ്പ് എല്ലാം ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി. പെയിന്റ് ഒന്നും ഒരു 100 രൂപയുടെ പെയിന്റിന്റെ പണിയൊന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. എല്ലാ ഭാഗവും നല്ല വൃത്തിയുണ്ട്. കുഴപ്പമില്ലാത്ത ടയർസ്, അത് സെക്കൻഡ് ഹാൻഡ് ആ ഒരു കണ്ടീഷനിൽ വേണേൽ പറയാം. ബിലോ 50. എത്ര കൊടുക്കുക? ഇതൊരു 55,000 കൊടുക്കാം. 55,000 രൂപയ്ക്ക് അടുത്ത വണ്ടി എത്തി അല്ലേ? 2027 വരെ പേപ്പറുള്ള 800 ആണ് നോൺ AC വാഹനം. അത്രേ ഉള്ളൂ. ലോണൊന്നും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ ലോൺ ഇട്ടാൽ നമുക്ക് നഷ്ടമാണ്. 55,000 രൂപ നമുക്ക് RC അടക്കം മാറിയിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാണ്. നമ്മൾ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞ 30,000-ന്റെ ആ കാർ, സ്പെഷ്യൽ റേറ്റിലുള്ള ആ കാറാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഒരു റെഡ് 800 വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത്? ഇത് 2000 മോഡൽ. 2000 മോഡൽ MPFI എഞ്ചിനാണ്. അല്ല, കാർബറേറ്റർ. 2003 തൊട്ടാന്ന് തോന്നുന്നു MPFI. അല്ല, 2001-ലൊക്കെ MPFI വന്നിട്ടുണ്ട്. പക്ഷെ ഇതില് ഇതാണ് കാർബറേറ്ററാണ് ഇപ്പൊ നിലവിലുള്ളത്. 2000 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കാർബറേറ്റർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വലിയ ഇല്ല. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ അധികം ഇഷ്ടപ്പെടാത്തത് ഫ്യൂൽ ഇഞ്ചക്ടർ ഇല്ലാത്തതുകൊണ്ട് ഈ ചോക്ക് വലിക്കുക, അതൊക്കെ രാവിലത്തെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം വരും. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമല്ല, കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിത് ഓഫർ പ്ലസിലാണ് കൊടുക്കുന്നത്. നമുക്ക് എന്താ പറയാ, എന്താ ഓഫർ പ്ലസ് എന്ന് ചോദിക്കാത്ത? ഓഫർ പ്ലസ് എന്ന് പറഞ്ഞാല് ആ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ RC അടക്കം മാറി കൊടുക്കും. അത്രേ ഉള്ളൂ. 30,000 രൂപക്ക് RC ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജ് ഒന്നുമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് 30,000 പിന്നെ എന്താ പറയാ, വേറൊരു പണി ചെയ്യാനൊന്നുമില്ല. അത്യാവശ്യം ടയറും ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഒന്നും ഒരു പ്രശ്നമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് ഒരു വണ്ടി എടുത്ത് പിന്നെ അതെ, അങ്ങനത്തെ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ വില കുറയുമ്പോൾ അധികം ആൾക്കാരുടെ ധാരണ വണ്ടി തീരെ ലോക്കൽ ആയിരിക്കും എന്നുള്ള ഉദാഹരണം. അത് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കണം. അത് ഇന്ത്യൻ റെസ്റ്റോറന്റ് നമ്മൾ കാണിക്കേണ്ടത്. ആ ഒരു വൃത്തി നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ 30,000 രൂപയ്ക്ക് RC അടക്കം മാറി തരും. വേറെ ഒരു അഡീഷണൽ ചാർജോ 1000 2000 പറഞ്ഞ ഒരു അഡീഷണൽ ചാർജ് ഒന്നും വന്നില്ല. 30,000-ന് ഫുൾ RC ട്രാൻസ്ഫർ അടക്കം 2000 മോഡൽ. ഇപ്പൊ പേപ്പർ എത്ര വരെ ഉണ്ടാവും? പേപ്പർ അടുത്ത വർഷം ഡിസംബർ ലാസ്റ്റ് വരെ ഉണ്ട്. 25 ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ ഒരു വർഷം തന്നെ പേപ്പർ ബാലൻസ് ഉണ്ടാവും. എങ്ങനെയായാലും എന്താ, ഒരു തൂക്കി വിറ്റാൽ കിട്ടുന്ന ഒരു പൈസക്കാണ് ഒരു കാറും ഉണ്ടാവും പറ്റും. സ്കൂട്ടിക്ക് ഉണ്ട് 30,000 സെക്കൻഡ് ഹാൻഡ്. അപ്പൊ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ഗ്യാങ് ആയിട്ട് പഠിക്കുന്ന, ഫ്രണ്ട്സ് ഒത്ത് പഠിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് എടുത്തു കൊണ്ടുപോകാം. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ പേരല്ല തൽക്കാലം. പിന്നെ വണ്ടികൾ ഇതാ നമുക്ക് വേറെ ഉണ്ട്. 800 നല്ല, അതായത് 99 മോഡൽ റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ RC ഓണർ 800 ഉണ്ട് കേട്ടോ. അടിപൊളി വണ്ടി ഉണ്ട് അവിടെ. 99 മോഡലാണ്, പക്ഷെ റീപ്ലേസ് ഇല്ല, സിംഗിൾ RC. അത് നമുക്കൊരു 39 രൂപ കൊടുക്കാം. 39,000-ന് അത് 39,000 രൂപ കൊടുക്കാം. സിംഗിൾ RC ആണ്. നല്ല എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ. ബ്ലൂ കളർ 2010 സിംഗിൾ RC ഓണർ വണ്ടി. 4 ടയർ പുതിയത്. പിന്നെ ബ്ലൂ കളറിൽ AC ഇതിൽ വരുന്ന വണ്ടി, അതായത് 800 AC വണ്ടി. നിലവിൽ ACക്ക് ചെറിയ എന്തോ പ്രശ്നമുണ്ട്, പക്ഷെ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടൊന്നുമില്ല. ഈ കണ്ടീഷനിൽ കൊടുക്കുന്ന റേറ്റ് നമുക്കൊരു 79,000 രൂപ കൊടുക്കാം. ഓഫറിലാണ്. അപ്പോൾ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാം ഓഫറിലാണ്. അതുമല്ല 1,00,000-ന്റെ ഉള്ളിൽ ഏകദേശം 8-9 വണ്ടി ടോട്ടൽ കാണിച്ച് പറഞ്ഞില്ലേ. നേരത്തെ പറഞ്ഞു. പിന്നെ 800 വേറെ ഉണ്ട്, നമ്മൾ കാണിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാങ്ങാനുള്ളവരും കൊടുക്കാനുള്ളവരും, അതായത് വണ്ടി വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും നമ്മള് ബന്ധപ്പെടുക. നമ്പർ താഴെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങൾ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. കണ്ണൂർ ചാലോടാണ് ഷോറൂമിൽ ലൊക്കേഷൻ. സാസ് യൂസ്ഡ് കാസ്. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. സനുക്ക വളരെ നന്ദി. ബെല്ലൈക്കൺ പറഞ്ഞിട്ടില്ല. ബെല്ലൈക്കണോ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.